BJP കൂടുതൽ ഉത്തരവാദിത്തോടെയും സുതാര്യമായും പഞ്ചായത്ത് കോർപ്പറേഷൻ ഭരണം നടത്തും അവരെ ജയിപ്പിച്ചാൽ എന്ന് ഉറപ്പുണ്ടോ? ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു ഭരണ നേതൃത്വമാണ്. ഇവിടെ ലോക നിലവാരത്തിലുള്ള ആശുപത്രികൾ ഉണ്ടാക്കി നൽകുന്നതിന് പകരം ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോകുന്നു. അപ്പോൾ അത് ഉത്തരവാദിത്വ ബോധമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അതുപോലെ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നിർമ്മിച്ച് ശരിയാക്കി ഇവിടുത്തെ കുട്ടികൾക്ക് ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം നമ്മുടെ ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ കുട്ടികൾ അവർ അന്യ സംസ്ഥാനങ്ങളിലോ അല്ലെ അന്യ രാജ്യങ്ങളിലോ പോയി പഠിക്കുന്ന ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഭരണ നേതൃത്വമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. അതുപോലെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ജോലി വേണമെങ്കിൽ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളുണ്ടാവണം, സംവിധാനങ്ങൾ അങ്ങനെ ജോലി നൽകുന്ന സ്ഥാപനങ്ങൾ കുറേയധികം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ഭരണ നേതൃത്വം ചെയ്യുന്നത് എന്താണ്? ഇവിടെ ജോലി നൽകുന്ന വ്യവസായ സ്ഥാപനങ്ങളെ ഇവിടുന്ന് ഓടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിടുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഏറ്റവും അവസാനമായി നമ്മൾ കേട്ടത് കിറ്റക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇവിടുന്ന് തെലങ്കാനയിലേക്ക് ഓടിച്ച ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, അതുപോലെ യുവജനങ്ങൾക്ക് ജോലി, നല്ല ജോലി എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വമില്ലാതെയാണ് ഇപ്പോഴത്തെ ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത്. ഇനി BJPയെ അധികാരത്തിലെത്തിച്ചാൽ BJP കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും സുതാര്യമായും ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടത്തുമോ? തീർച്ചയായിട്ടും നടത്തും. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, BJPയുടെ ഐഡിയോളജിക്കൽ ബേസ് എന്ന് പറയുന്നത് RSSൽ കുറേ കാലം പ്രവർത്തിച്ച മനുഷ്യരുടെ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ വ്യക്തിത്വ നിർമ്മാണമാണ് RSS ലക്ഷ്യമിടുന്നത്. അപ്പോൾ BJPയിലുള്ള കുറേയധികം ആൾക്കാർ, നേതൃത്വത്തിലുള്ളവരൊക്കെ ഈ വ്യക്തിത്വ നിർമ്മാണം RSSൽ കൂടി നേടിയ ശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നവരാണ്. അവർക്ക് ശരിയേത് തെറ്റേത്, അതായത് വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്നുള്ള ഒരു ധാർമ്മിക അടിത്തറ വളരെ കൃത്യമായി അവർക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമില്ലാതെ, സുതാര്യതയില്ലാതെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമല്ല. അപ്പോൾ വളരെ എന്താ പറയുക, അവരുടെ സ്വന്തം കാര്യമൊക്കെ മാറ്റിവെച്ചിട്ട് സമൂഹത്തിന് സേവ ചെയ്യുക, അതുപോലെ വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു വ്യക്തിത്വ വികസനമാണ് ഈ BJPയുടെ ഐഡിയോളജിക്കൽ ബേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് അടുത്ത കാലത്ത് BJPയിലേക്ക് വന്ന ആൾക്കാരെല്ലാം അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ BJPയുടെ ഐഡിയോളജിക്കൽ ബേസ് തീർച്ചയായിട്ടും ഉത്തരവാദിത്തത്തോടെയും സുതാര്യമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഒരു ബേസാണ്. അത് നമ്മൾ അങ്ങനെ ആണെങ്കിൽ പോലും സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് പവർ കറപ്റ്റ്സ് എന്നുള്ളത്. അതായത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു കറപ്ഷൻ വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ അത് കാണുന്നുണ്ട്. മാനവികതയൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അവർ ദേവസ്വം ബോർഡത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഏറ്റവും പവിത്രമായ അമ്പലങ്ങൾ പോലും അമ്പലങ്ങളിൽ നിന്ന് പോലും മോഷ്ടിക്കുന്ന ഒരു കാര്യം നമ്മൾ കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പവർ കറപ്ഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ഒരു തടയിടേണ്ട ആവശ്യം തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഒന്ന്, എല്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലുമൊക്കെ ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഗ്രാമസഭകൾ വളരെ ഊർജിതമായിട്ട് നടക്കും. അവിടെ ഈ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി സംസ്കാരമുണ്ടാകും. അപ്പോൾ അവർ ജനങ്ങളുടെ പ്രതിനിധികളാണ് എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതുപോലെ BJPയുടെ ഒരു സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഈ തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനവും ഉണ്ടാകും. പിന്നെ വളരെ
ധാർമ്മികമായ അടിത്തറയുള്ള ആൾക്കാർ ആയിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക. അപ്പോൾ ആ ഒരു അത് BJP തീർച്ചയായിട്ടും ഉത്തരവാദിത്വ ബോധമുള്ള സുതാര്യതയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ മാത്രമായിരിക്കും ഭരണത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഭരണ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും കൂടുതൽ സുതാര്യമായിരിക്കും BJPയുടെ ആൾക്കാരെ നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും കോർപ്പറേഷനിലുമൊക്കെ ഭരണം നടക്കുക.